കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, എന്താണ് വിശദാംശങ്ങൾ? സ്വരാജ്, രാജ്യവ്യാപകമായി തന്നെ ഈ കന്നുകാലികളെ കശാപ്പിനായി മറ്റും ചന്തയിൽ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് 4 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യപ്പെടുന്ന വിധിയാണ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചെന്നൈയിലെ തന്നെ ഒരു അഭിഭാഷകനും മറ്റൊരാളും കൂടിയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിനോടും അതോടൊപ്പം സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാരിനോടും നിലപാട് ചോദിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് എന്നതിനാൽ തന്നെ രാജ്യവ്യാപകമായി തന്നെ 4 ആഴ്ചത്തേക്ക് ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെടും. അതിനാൽ തന്നെ 1 മാസ കാലയളവിൽ ഇനി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു കശാപ്പ് നിയന്ത്രണം കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നത് വരെ 4 ആഴ്ചത്തേക്ക് ഈ ഉത്തരവിന് സ്റ്റേ ഉണ്ടാകും. തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ ഈ സ്റ്റേ നിലനിൽക്കും. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനോട് ഇത് നടപ്പാക്കുന്നതിൽ എന്ത് നിലപാടാണ് ഉള്ളതെന്നും വ്യക്തമാക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മദ്രാസ് IITയിലും മറ്റും ചില വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തുകയും അത് ABVP വിദ്യാർത്ഥികളുമായുള്ള സംഘടനത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ എത്തിയത്. നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാരിനോട് ഈ സാഹചര്യം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും എന്ത് കാരണത്താൽ ഇങ്ങനെ ഒരു നിരോധനം നടപ്പാക്കിയെന്നുമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. 4 ആഴ്ച കാലത്തേക്ക് എന്തായാലും രാജ്യവ്യാപകമായി തന്നെ ഈ ഉത്തരവിന് സ്റ്റേ ബാധകമായിരിക്കും. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം, ഈ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നാണ് മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മനു ശങ്കർ? തീർച്ചയായും പ്രധാനമായും മദ്രാസ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് എന്ത് കാരണത്താൽ ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പാക്കി, ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പാക്കേണ്ടതിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് വിവിധ സംസ്ഥാനങ്ങൾ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. കേരളമടക്കം ഇത് മുഖ്യമന്ത്രി കത്തിലൂടെ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്തെല്ലാം കാരണത്താൽ ഇപ്പോൾ ഇങ്ങനെ അടിയന്തരമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ വിജ്ഞാപനം ഇത്രയധികം കർക്കശമായി നടപ്പാക്കണമെന്ന നിർദ്ദേശം എന്തുകൊണ്ട് നൽകുന്നു എന്ന സംശയമാണ് കോടതി ചോദിച്ചത്. ഇക്കാര്യത്തിലുള്ള വിശദീകരണമാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന വിശദീകരണം നൽകണമെന്നും തമിഴ്നാട് സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കേന്ദ്ര ഉത്തരവിൽ ഇത്തരമൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തന്നെ 4 ആഴ്ച കാലയളവിൽ ഈ വിജ്ഞാപനത്തിൽ പറയുന്നത് പോലെ പശു, കാള, പോത്ത്, അതോടൊപ്പം എരുമ, ഒട്ടകം എന്നീ ജീവികളെ ഈ ചന്തയിൽ കശാപ്പിനായി വിൽക്കുന്നതിനും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഉത്തരവിനെതിരെ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് 4 ആഴ്ചത്തേക്ക് ഇപ്പോൾ സ്റ്റേ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. മനു, ഇവിടെ രാജ്യവ്യാപകമായി പോകേണ്ട ഒരു വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഉത്തരവാണ് കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി ഈ ഒരു രാജ്യവ്യാപകമായ വിജ്ഞാപനം സ്റ്റേ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ടോ? 4 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റേ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും 4 ആഴ്ചത്തേക്ക് ഇത് നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് ഉള്ളത്. സ്വാഭാവികമായും ഈ ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് സംസ്ഥാന സർക്കാരുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അപ്പോഴും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചത് മൃഗങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായുള്ള നിയമവശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു വിജ്ഞാപനം കർക്കശമായി നടപ്പാക്കാൻ ഇടയായത് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരുന്നത്. ശരി, മനു ശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മദ്രാസ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ മാട്ടറിവ് വിജ്ഞാപനം സ്റ്റേ ചെയ്തിരിക്കുന്നു.